നമസ്കാരം. ശ്രീറാം ഫിനാൻസിലെ ലോൺ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീറാം ഫിനാൻസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഒരു വിശദീകരണം ഇനിയും ലഭ്യമല്ലാത്തത് ഇക്കാര്യത്തിൽ വലിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. ഈ പരാതിക്കാരെല്ലാവരും തന്നെ പറയുന്നത് തങ്ങൾ പോലും അറിയാതെ തങ്ങളുടെ രേഖകൾ ഉപയോഗിച്ച് ലോൺ ഈ സ്ഥാപനം എടുത്തു എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ പിറകിലെ വസ്തുത എന്നുള്ളത് ഇനിയും പുറത്തായിട്ടില്ല. എന്നാൽ നിരവധി പേരാണ് ഓരോ ദിവസവും വലിയ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് ശ്രീറാം ഫിനാൻസിനെതിരായിക്കൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. കുറ്റ്യാടി സ്വദേശിയായ ഒരു വ്യക്തി ഇത്തരത്തിൽ മറ്റൊരു ലോണിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് തന്റെ സിബിൽ സ്കോർ വല്ലാതെ കുറഞ്ഞതായി കാണുകയും തുടർന്ന് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ താൻ പോലും അറിയാതെ തന്റെ പേരിൽ ശ്രീറാം ഫിനാൻസിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പ എടുത്തതായി തിരിച്ചറിയുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം തന്റെ ചില സുഹൃത്തുക്കളുമായി ചേർന്ന് അവരുടെ സിബിൽ സ്കോർ പരിശോധിച്ചപ്പോഴും സമാനമായ രീതിയിൽ അവരുടെ പേരിലും ശ്രീറാം ഫിനാൻസിൽ നിന്ന് വായ്പ എടുത്തതായി തിരിച്ചറിയുകയായിരുന്നു. ഈ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഇത്തരത്തിൽ തങ്ങളുടെ പേരിലും ശ്രീറാം ഫിനാൻസിന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ശ്രീറാം ഫിനാൻസ് ഇത്തരത്തിൽ വായ്പ എടുത്തിട്ടുള്ള കാര്യം പുറത്തേക്ക് വരുന്നു. ഇത് വലിയൊരു പരാതിയായി മാറുകയും ചെയ്തത്. നിലവിൽ ശ്രീറാം ഫിനാൻസിനെതിരെ കൊണ്ട് വ്യാപകമായ പ്രതിഷേധവുമായി യുവജന സംഘടനകളടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഒരു വിഷയത്തിൽ തട്ടിപ്പിനിരയായ ആളുകളിൽ ചിലർ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ ശബ്ദ ശകലങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം. ചേട്ടന് എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത്? എനിക്ക് 6-10 ലോണാ കാണിക്കുന്നത്. ഓ, ചേട്ടന്റെ പേരിൽ 6-10 ലോണ്. അപ്പൊ അത് ഈ ID പ്രൂഫ് അവർക്ക് എങ്ങനെ കിട്ടുമെന്നുള്ള അറിയോ? അത് എനിക്ക് ഓൾറെഡി വേറെ ലോൺ, കാറിന്റെ ലോൺ ഉണ്ട് അവിടെ തന്നെ. ഓ, അപ്പൊ ആ ലോൺ, ആ ID പ്രൂഫ് വെച്ചിട്ട് അവർ വേറെ ലോൺ എടുത്താണല്ലേ? എന്താന്നറിയില്ല, അങ്ങനെയാ പറയുന്നത്. എന്റെ പേരിൽ 5 ലോൺ. 5 ലോൺ എടുത്തിട്ടുണ്ട് അവര്. അറിയാതെ തന്നെ 5 ലോണ് 26,05,000 രൂപ മൊത്തത്തില്. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ? അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് എന്റെ സിബിൽ നോക്കിയപ്പോ അതിനകത്ത് അയക്കി വൈ കിടക്കുന്ന ലോണുകളായിട്ട് കണ്ടതാണ്. എന്റെ പേരിൽ 4 ലോണ് കാണുന്നുണ്ട്. ഒരു 280 ഒരു ലോണ്, ഒരു 240 ഒരു ലോണ്, ഒരു 15,000 ഒരു ലോണ്, പിന്നെ ഒരു 6,000 ഒരു ലോണ്. ടോട്ടൽ 5 ലക്ഷത്തിന് മുകളിലുണ്ട്. ഇതൊന്നും അറിയില്ല അല്ലെ? ഇല്ലില്ല. എന്നിട്ട് പരാതി കൊടുത്തിട്ടില്ലേ പോലീസില്? പരാതി പോലീസിലും കൊടുത്തിട്ടുണ്ട്, പിന്നെ അവരെ ഓഫീസിലും കൊടുത്തിട്ടുണ്ട്. ചെറുത്തൂർ ബ്രാഞ്ചില്ലേ, കാസർഗോഡ് ചെറുത്തൂർ ബ്രാഞ്ച്, അവിടെയും മാനേജറോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇതിൽ 3 ലാഖാ കാണുന്നത് പുതിയത്. മുൻപ് സ്ഥിരം ലോൺ എടുത്തിരുന്നു? ഇല്ല, ലോൺ എടുത്തിട്ടില്ല. ഞാൻ ഗ്യാരണ്ടർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഓ, അങ്ങനെ. അപ്പൊ അതിന്റെ പ്രൂഫ് വെച്ചിട്ടായിരിക്കും അവർ എടുത്തിട്ടുണ്ടാവുക. അത് വെച്ചിട്ടായിരിക്കും. അങ്ങനെ അത് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് കൊടുത്തില്ല. അവിടെ സ്റ്റേഷനിൽ വിളിച്ചപ്പോ അവര് ലെറ്റർ പാഡിൽ ലോൺ ഇല്ലാന്ന് എഴുതി തന്നു, സീലും വെച്ചു. അതിന് വലിയ ഇതൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. ഓക്കെ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കുറ്റ്യാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ജംഷീർ കുറ്റ്യാടി സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചൊരു വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഈ ശ്രീറാം ഫൈനാൻസ് കേന്ദ്രീകരിച്ച് കുറ്റ്യാടിയിൽ വലിയൊരു സ്കാം നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതായത് എപ്പോഴെങ്കിലും അവിടെ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ലോണിന് ജാമ്യം നിൽക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ അവരുടെ പാൻ കാർഡ്, ആധാർ കാർഡ് ഇതൊക്കെ അവർക്ക് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അത് പിന്നെ തിരിച്ചു കൊടുത്ത് ആ ലോണൊന്നും എടുക്കാതിരുന്ന അങ്ങനെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ലോൺ എടുത്ത ആളുകൾക്ക് ഇവരുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലോണാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു ഓട്ടോ തൊഴിലാളിയുടെ പേരിൽ 24 ലക്ഷം രൂപ. അയാൾ ആകെ തളർന്നു പോയിരിക്കുകയാണ്. അങ്ങനെ ഇത് വാർത്തയായപ്പോൾ ഇത് ആദ്യം മഹേഷ് കരിങ്ങാട് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ലോണിന് ശ്രമിച്ചപ്പോൾ സിവിൽ സ്കോറിൽ ചെറിയ പ്രയാസം കണ്ടപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇവരിങ്ങനെ ലോണ് ശ്രീരാമൻ ഇദ്ദേഹത്തിന്റെ പേരിൽ ലോണ് കാണുന്നത്. ഇത് ഒട്ടുമിക്ക ലോണുകളും ഇവർ കൃത്യമായിട്ട് അടക്കുന്നുണ്ട്. ചിലതൊക്കെ ലേറ്റ് പേയ്മെന്റ് വരുന്നുണ്ട്. ആ ലേറ്റ് പേയ്മെന്റ് വരുന്ന ആളുകൾക്ക് സിവിൽ സ്കോറിൽ പ്രശ്നം വരുന്നുണ്ട്. ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായത്? ഇത് അറിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്ത മിക്കവാറും ആൾക്കാർ അവരുടെ പേരിൽ ലോണ് കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. പലർക്കും വലിയ ഭീമമായ തുകയൊക്കെയാണ്, 20-30 ലക്ഷമൊക്കെയാണ് ഓരോരുത്തരുടെയും പേരിൽ ലോൺ എടുത്തിരിക്കുന്നത്. ഇതിന് പുറമെ ഇവർ ഈ അടുത്ത് സ്കോളർഷിപ്പ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കോളർഷിപ്പിന് അപേക്ഷിച്ചത് ഡ്രൈവർമാരായ ആളുകൾക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവർ ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ രക്ഷിതാക്കളുടെ ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, വണ്ടിയുടെ RCന്റെ കോപ്പി, പാൻ കാർഡിന്റെ അതിന്റെ കോപ്പി ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് സ്കോളർഷിപ്പ് കൊടുക്കാൻ. ഇതൊക്കെ ഇവർ ഈ സ്കാമിന് ഉപയോഗിക്കുമോ എന്നുള്ള വലിയൊരു സംശയമുണ്ട്. പ്രിയപ്പെട്ട ആളുകളോട്, സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾക്കും നിങ്ങളുടെ ഗൂഗിൾ പേ എടുത്തിട്ട് അതിൽ നിങ്ങളെ സിവിൽ സ്കോർ ചെക്ക് ചെയ്തിട്ട് അതിലെ ഡീറ്റെയിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഇവർ ലോൺ ഇട്ടിട്ടുണ്ടോ എന്നുള്ള മനസ്സിലാവും. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം വലിയ എന്തായാലും 100 കോടിക്കൊക്കെ മുകളിലുള്ള ഒരു സ്കാം ആവാനാണ് സാധ്യത. ഗവൺമെന്റ് പിന്നെ പോലീസ് അധികാരികൾ എല്ലാവരും ഇതിൽ ശക്തമായി ഇടപെടണം. മാധ്യമങ്ങളെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ കാണണം. ഇത് വലിയ രീതിയിലുള്ള സാധാരണക്കാരെ വല്ലാത്ത ആശങ്കയിലാക്കിയ ഭയാനകമായ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ വേണ്ട ഇടപെടലുകൾ നടത്തണം, കൃത്യമായ അന്വേഷണങ്ങൾ നടക്കണം, കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടണം. ഇതില് പിന്നെ എന്താണ് ഇതിന്റെ വസ്തുത എന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ജംഷീർ ഈ ഒരു വിഷയത്തിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും മറ്റും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകാനെന്ന പേരിൽ അവരുടെ രക്ഷിതാക്കളുടെ പല രേഖകളും ഇത്തരത്തിൽ ശ്രീറാം ഫിനാൻസിന്റെ ബ്രാഞ്ച് കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ പേരിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഓർത്തു നോക്കൂ, നമ്മൾ പോലും അറിയാതെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരായി മാറുന്ന ഒരവസ്ഥ. എന്ത് സുരക്ഷയാണ് ഈ ബാങ്കുകാർ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളിതുവരെയായിട്ടും ശ്രീറാം ഫിനാൻസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. എങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു സെർവർ എറർ മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഔദ്യോഗികമായ ഒരു പത്രക്കുറിപ്പോ അല്ലെങ്കിൽ വിശദീകരണക്കുറിപ്പോ ഇനിയും ശ്രീറാം ഫിനാൻസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരാത്തത് ഈ സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം അവരുടെ രേഖകളാണ്, നമ്മളുടെ ഐഡന്റിറ്റി കാർഡുകളും മറ്റുമാണ്. ഇത്തരം കാർഡുകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരായി കൊണ്ട് കർശനമായ നടപടി എടുക്കുകയും ചെയ്യേണ്ടതാണ്.